വയനാട് പെരിന്തട്ടയിൽ കാട്ടാന ഇറങ്ങിയെന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. വ്യാപകമായ കൃഷിനാശവും ഈ കാട്ടാന വരുത്തി. സുർജിത്ത് അയ്യപ്പത്താണ് ചേരുന്നത് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. സുർജിത്ത്, ഇതൊരു സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുന്നു. പക്ഷേ അവിടത്തുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ്. ഇന്ന് എന്താണ് സംഭവിച്ചത്? ഗുഡ് മോർണിംഗ് ഹാഷ്മി സ്മിത. ഈ പെരിന്തട്ട എസ്റ്റേറ്റ് എന്ന് പറയുന്നത് എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഭാഗമായുള്ള അതിന്റെ മറുഭാഗത്തുള്ള ഒരു പ്രദേശത്തുള്ള എസ്റ്റേറ്റ് ആണ്. ഇത് പരിപാലിക്കുന്നില്ല. ഇനി ആനയല്ല എന്ത് വന്ന് ഒളിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. ഏത് മൃഗം വന്നാലും ഒളിച്ചു നിൽക്കാൻ പറ്റിയ അവസ്ഥയാണ്. ഇവിടെ പുലിയുണ്ട്, കടുവയുണ്ട്, ഇതൊക്കെയുള്ള ഒരു എസ്റ്റേറ്റ് ആണ്. ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയുമുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി വലിയ ശല്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നിതാ വീണ്ടും വന്നിരിക്കുന്നു. ഇന്ന് പുലർച്ചെ ആ ഒരു തെങ്ങ് കുത്തിമറിച്ചിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ സുലൈഖ എന്ന് പറയുന്ന അവരുടെ വീട്ടിലെ തെങ്ങാണ് കുത്തിമറിച്ചിട്ടുള്ളത്. തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ യൂസഫ് എന്ന് പറയുന്ന ആളുടെ വീട്ടിലെ പ്ലാവും കുത്തിമറിച്ചിട്ടുണ്ട്. ആനപ്പിണ്ടം കാണാം. ആനപ്പിണ്ടം ഒരു ഭാഗത്ത് ഇങ്ങനെ കിടക്കുന്നത് കാണാം. ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഇത് ഒരു തരത്തിലും പരിപാലിക്കപ്പെടുന്നില്ല ഈ തോട്ടം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഈ ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നത്. ആന കടന്നു വന്ന വഴി ഈ വിധത്തിലാണ്. ഇങ്ങനെ കടന്നു വന്ന് ഇവിടെ നിന്ന് നേരെ തൊട്ടടുത്ത വീട്ടിലേക്ക് പോയി കുത്തിമറിച്ചിടുന്ന അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇവരെ സംബന്ധിച്ചൊക്കെ വലിയ പ്രശ്നം. കൽപ്പറ്റ നഗരസഭയിലെ സ്ഥലമാണ്. ഇത് 21-ാം വാർഡാണ്. അവിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ആശങ്കയുണ്ട്? എന്താണ് ഇവിടെ കണ്ടത്? ഇവിടെ ഇന്ന് രാവിലെ ഏകദേശം ഒരു 3:45-4 മണിയോടുകൂടിയാണ് ആന വന്നത്. ആ സമയത്ത് പിന്നെ RRTനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ വന്നത് തന്നെ 5 മണിക്കാണ്. അവർ വരുന്നതിന് മുമ്പ് തന്നെ ആന ഈ കാട്ടിലേക്ക് കയറിപ്പോയി. പക്ഷേ ഈ കാടിൻ്റെ ഉള്ളിലേക്ക് പോയാൽ നമുക്ക് ടോർച്ച് അടിച്ചിട്ടോ മറ്റുള്ള ലൈറ്റുകളോ കൊണ്ടൊന്നും കാണാൻ പറ്റാത്ത അത്രയും ഇതിലാണ് ഈ കാട് പന്തച്ചിട്ടുള്ളത്. ഇത് വെട്ടാൻ വേണ്ടിയിട്ട് നിരന്തരം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഇതിനെതിരെ എസ്റ്റേറ്റ് മാനേജ്മെൻറ്റിനെതിരെയോ കളക്ടർക്ക് നിവേദനം കൊടുത്തിട്ടോ ഒന്നും ഇതിന് യാതൊരു തീരുമാനവും ആയിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. ഇവിടെ ജീവിക്കാൻ വളരെയധികം പ്രയാസപ്പെട്ടാണ് ഞങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കടുവായിട്ടും ആനയായിട്ടും പുലിയായിട്ടും പിന്നെ ഞങ്ങൾ പഠിക്കുന്ന സ്കൂൾ എന്ന് പറഞ്ഞാൽ തൊട്ടൊരു 200 മീറ്റർ മേലെയാണ് ഞങ്ങളുടെ വീട്. ഈ ആന വന്നതിൻ്റെ തൊട്ടടുത്തുള്ളത്. ഭയങ്കര പ്രയാസമായിട്ടാണ് നിന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ജീവിക്കുന്നത്. രാവിലെ ഇറങ്ങുമ്പോൾ മുമ്പിൽ ആന, മുന്നിലൊരു ആന കണ്ടു. അതെ അതെ, ഒരു സെഡിലാണ് ഞാൻ താമസിക്കുന്നത്. അതുകൊണ്ട് ജീവിക്കാൻ വലിയ ഇടങ്ങേറുന്നു. എന്തായാലും ഇതാണ് ഇവരുടെ ഒരു അവസ്ഥ ഹാഷ്മി. കാരണം അപ്പോൾ ആന അവിടെ ആ മേഖലയിൽ ആന, കാട്ടുപോത്ത്, കാട്ടുപന്നി, പുലി ഇതൊന്നും ഒരു പുതുമയല്ല. അന്ന് ആ നാട്ടുകാരുടെ ജീവിത ദുരിതവും ഒരു പുതുമയല്ല. വല്ലാത്ത അവസ്ഥയാണ്. അതെ, എന്നാലും വല്ലാതെ വളർന്നു നിൽക്കുന്ന കാട് ഒന്ന് വെട്ടി വെളുപ്പിക്കണം എന്നുള്ളത്. അത് ശരിക്കുള്ള കാടല്ല, കാടായി മാറിയിരിക്കുകയാണ്. പുല്ലും ഇതൊക്കെ പടർന്ന്. അപ്പോൾ അതെങ്കിലും ഒന്ന് ശരിയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി അവർ പറയുന്നുണ്ട്.